ചാനലുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നോക്കി ചെയ്യുന്ന ആളുകളും ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എങ്ങനെയാണ്? ഈ ട്രെയിനറിൻ്റെ കീഴിൽ പോയി പഠിക്കുന്നതും അതുപോലെ തന്നെ യൂട്യൂബ് നോക്കിയൊക്കെ ചെയ്യുന്നതും ഒരേപോലെയാണോ ഫലം കിട്ടുന്നത്? ഒരിക്കലും ഇല്ല. ഇനിഷ്യലി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻസ്ട്രക്ടറിന്റെ കീഴിൽ തന്നെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അത് കറക്റ്റ് ചെയ്യപ്പെടും. നമ്മൾ യൂട്യൂബിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആവണമെന്നില്ല. നമ്മളെ ഒബ്സർവ് ചെയ്യാൻ ആരുമില്ല. ഇവിടെ ഒരു പണ്ട് കാലങ്ങളിൽ ഗുരു ശിഷ്യൻ ബന്ധം പറയുന്നത് പോലെ യോഗ എപ്പോഴും ഒരു ഗുരുവിന്റെ കീഴിൽ തന്നെ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും മാതൃകാപരം. അപ്പോൾ അവിടെ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഈവൻ നമ്മുടെ ബ്രീത്തിങ് പോലും യോഗയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ഓരോ പോസ്റ്ററിലും ബ്രീത്തിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കുനിഞ്ഞിട്ട് നമ്മൾ എണീക്കുന്ന സമയത്ത് ബ്രീത്ത് ഇന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു യൂട്യൂബിലെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളിത് അവർ ചെയ്യുന്നത് പോലെ ചെയ്യുന്നുണ്ടെങ്കിലും ബ്രീത്തിങ് ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. അപ്പം നമ്മുടെ ബാക്ക് പൊസിഷൻ ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. അപ്പൊ ഇതെല്ലാം നേരിട്ട് കണ്ട് നമ്മളെ കറക്റ്റ് ചെയ്യാൻ ഒരു ആളുണ്ട് എന്നുണ്ടെങ്കിൽ ഇനിഷ്യലി നമുക്ക് യോഗയിൽ ഒരു ഐഡിയ കിട്ടുകയും നമ്മൾ കുറച്ച് എക്സ്പേർട്ട് ആവുകയും ലേറ്റർ സ്റ്റേജസിൽ നമുക്ക് യൂട്യൂബിന്റെ റെഫറൻസ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതായിരിക്കും. പക്ഷെ ബിഗിനിങ് സ്റ്റേജ് ഒരു ബിഗിനേഴ്സ് യോഗ എന്ന് പറയുന്നത് it should be always under a guidance. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.